അപ്പോൾ ഈ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് ഇതിട്ട് വെക്കാനായിട്ട് നമ്മളെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് കൊണ്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാം. വേറെ നല്ല ഒരു അടിപൊളി മണി ബോക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരേ ഷേപ്പിലുള്ള 4 കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് അതൊരു ക്യൂബിൻ്റെ ആകൃതിയിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. 4 അറ്റം ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിലത്തെയും താഴത്തെയും വശത്ത് എന്ത് ചെയ്യണം, വേറൊരു കാർഡ്ബോർഡ് കഷ്ണം കൂടി എടുത്തിട്ട് അതും കൂടി ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു ഇത് കിട്ടും, ഷേപ്പ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഭാഗത്ത് ഇതേപോലെ സ്ക്വയറിലൊരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് പൈസ ഇടണ്ടേ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മണി ബോക്സ് ആയതുകൊണ്ട് നമുക്ക് പൈസ ഇടണം. ഇനി ഫുള്ളായിട്ട് വൈറ്റ് കളർ ഒന്ന് അടിച്ചു കൊടുക്കണം. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ബാക്കിലും ഫുൾ ഷേപ്പിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റ് കളർ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു പിങ്ക് കളറാണ്. പിങ്ക് കളർ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഡിസൈൻ ആക്കി കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ മാത്രം വെക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പിങ്ക് കളർ എടുത്തിട്ട് കുറച്ച് ഡിസൈൻ ഒന്ന് ആക്കി കൊടുക്കാം. ഞാൻ ഇതേപോലെ ആ ഒരു നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഇതേപോലെ പിങ്ക് കളറിൽ വെച്ചിട്ട് കുറച്ച് ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് ബ്ലൂ എടുത്തിട്ട് ഫുള്ളൊരു ഔട്ട്ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു പിങ്കും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കവായി സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ച് നമ്മളെ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മണി ബോക്സ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി എങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കമൻറ്റിലും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.